താരപുത്രിയും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ താരത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും. ദിയയ്ക്ക് എന്ത് കുഞ്ഞായിരിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത്. അതറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോൾ ദിയയുടെ പ്രസവമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടാകും. കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ആരാധകരെല്ലാവരും തിരക്കുന്നത് ദിയ കൃഷ്ണയ്ക്ക് പെൺകുഞ്ഞായിരിക്കുമോ ആൺകുഞ്ഞായിരിക്കുമോ എന്നാണ്. തന്നെ പോലെയാണ് ഇപ്പോൾ ദിയയുടെ വയർ എന്നാണ് സിന്ധു അമ്മ പറയുന്നത്. ഇതേക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും സംസാരിക്കുന്നത്. ഞാൻ ഗർഭിണിയായ സമയത്ത് എന്റെ വയർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ദിയയുടെ വയറും ഇരിക്കുന്നത് എന്നായിരുന്നു സിന്ധു കൃഷ്ണ പുത്തൻ ബ്ലോഗിലൂടെ പറഞ്ഞത്. എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രേക്ഷകരും പറയുന്നു. എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ തന്നെയും ഒരു സ്ത്രീയുടെ വയർ വെച്ച് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന് പലരും പറയാറുണ്ട്. അന്ന് കുഞ്ഞ് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായ രീതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തവരൊക്കെ തന്നെയും ഇങ്ങനെ പ്രവചനങ്ങൾ തുടങ്ങിയത്. വയറ് മുകളിലോട്ടാണെങ്കിൽ ആണും താഴോട്ടാണെങ്കിൽ പെണ്ണും എന്നാണ് കണക്ക്. അതുപോലെ തന്നെ ഇന്നും അത്തരത്തിലുള്ള സംസാര രീതികളൊക്കെ തന്നെയും നമ്മുടെ ചുറ്റുപാടിലും നിലനിൽക്കുന്നുമുണ്ട്. ഒരു സ്ത്രീയുടെ വയർ വെച്ച് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന് പറയാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും അത് കഴിയുമല്ലോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് അഭിപ്രായം പറയുന്നത്. പ്രേക്ഷകർക്ക് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ദിയ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രതികരിക്കാൻ വലിയ ഇഷ്ടമാണ്. താരകുടുംബത്തിലെ ആദ്യത്തെ കൺമണിയുടെ വരവാണിത്. ഇത് പെൺകുഞ്ഞായിരിക്കുമോ ആൺകുഞ്ഞാണോ എന്നുള്ളതൊക്കെ തന്നെയും കുടുംബത്തിന് തന്നെ വലിയൊരു എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. കുഞ്ഞിന് വേണ്ട ഡ്രസ്സുകളൊക്കെ തന്നെയും എടുത്ത സമയത്ത് ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെയായിരുന്നു ദിയ കൃഷ്ണയുടെ കുടുംബം സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. വയറ് നോക്കി പെണ്ണാണോ ആണാണോ എന്നൊക്കെ പറയാൻ പറ്റിയത് പണ്ടത്തെ കാലത്തെ ഒരു ജനറേഷനിലായിരുന്നു. എന്നാൽ ഇന്ന് അതിനൊക്കെ തന്നെയും ശാസ്ത്രീയമായ രീതികളുണ്ട്, സ്കാനിംഗ് സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിൽ അതിനെ വിലക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പുറം രാജ്യങ്ങളിൽ കുഞ്ഞിന്റെ ലിംഗനിർണയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഏതൊരു അമ്മയ്ക്കും അച്ഛനും അവകാശമുണ്ട്. സ്ത്രീകൾക്ക് മധുരമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞും, എരിവിനോടും പുളിയോടുമാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അത് ആൺകുഞ്ഞും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ആളുകൾ പറയാറുണ്ട്. എങ്കിലും ഇതൊക്കെ തന്നെയും വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെയാണ് ദിയ കൃഷ്ണയുടെ വയറ് കണ്ട് ഇപ്പോൾ പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുന്നത്. ഇതുവരെയും ആൺകുഞ്ഞായിരിക്കും എന്നാണ് ആരാധകരിൽ പലരും പറഞ്ഞത്. മെഹന്തി ഇട്ട സമയത്തൊക്കെ തന്നെയും കയ്യിൽ ഒരു ഉണ്ണിക്കണ്ണനെ എന്നും ദിയ വെറുക്കാറുണ്ടായിരുന്നു. ഇതേ ചൊല്ലിയായിരുന്നു ഇത് ആൺകുഞ്ഞായിരിക്കും എന്നും കുടുംബം പറഞ്ഞത്. എന്നാൽ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഞ്ഞിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ദിയയും കുടുംബവും. നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ? അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.